നിങ്ങൾ സാൻ ക്ലൗഡ്സിനെ പറ്റി കേട്ടിട്ടുണ്ടോ? മണൽ മേഘങ്ങൾ? ഇല്ല, കേൾക്കാൻ വഴിയില്ല. എന്നാൽ ജെയിംസ് വെബ് ടെലിസ്കോപ്പിനെ പറ്റി നിങ്ങൾ ഭൂരിഭാഗം പേരും കേട്ടിട്ടുണ്ടാകും. നാസയുടെ ജെയിംസ് വെബ് ടെലിസ്കോപ്പ് കുറച്ചു കാലമായി ഇവിടെ പ്രവർത്തിച്ചു വരുന്നു. ഇത് പ്രപഞ്ചത്തിന്റെ എല്ലാ കോണുകളിലും ഇന്ന് ചിത്രങ്ങൾ ഒപ്പിയെടുക്കുന്നു. അതിൽ ഈ അടുത്ത കാലത്ത് കണ്ടെത്തിയ ഒന്നാണ് ഭൂമിയിൽ നിന്നും ഏകദേശം 40 പ്രകാശവർഷം അകലെയുള്ള 2 നക്ഷത്രങ്ങൾ ഭ്രമണം ചെയ്യുന്ന ഒരു വിദൂര ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ മണൽ മേഘങ്ങൾ അഥവാ സാൻ ക്ലൗഡ്സിന്റെ ചിത്രങ്ങൾ. യൂണിവേഴ്സിറ്റി ഓഫ് അരിസോണയിലെ ബ്രിട്ടാനി മൈൽസിന്റെ ലീഡർഷിപ്പിൽ ഒരു പറ്റം ഗവേഷക സംഘമാണ് ഈ മേഘങ്ങളെ കണ്ടെത്തിയത്. ജെയിംസ് വെബ് ടെലിസ്കോപ്പ് ഉപയോഗിച്ച് സംഘം ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലെ സിലിക്കേറ്റ് ക്ലൗഡ് സവിശേഷതകൾ കണ്ടെത്തി. അതിനെ VHS 1256b എന്ന് പട്ടികപ്പെടുത്തിയിട്ടുമുണ്ട്. സാൻ ക്ലൗഡ്സ് കൂടാതെ വാട്ടർ, മീഥെയ്ൻ, കാർബൺ മോണോക്സൈഡ് എന്നിവയുടെ സാന്നിധ്യവും ഗവേഷക സംഘം കണ്ടെത്തിയിട്ടുണ്ട്. ടെലിസ്കോപ്പിലൂടെ ഭൂമിയിൽ നിന്ന് 40 പ്രകാശവർഷം അകലെയുള്ള ഈ ഗ്രഹപിണ്ഡത്തിന്റെ സഹചാരിയിൽ ചൂടേറിയ വസ്തുക്കളെ തള്ളുകയും കൊണ്ടുവരികയും ചെയ്യുന്ന മേഘങ്ങളുടെ ചലനം ഗവേഷകർക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞു. ജെയിംസ് വെബ് ടെലിസ്കോപ്പിന്റെ അപാരമായ കഴിവുകളാണ് ഈ ഒരു കണ്ടുപിടുത്തം തെളിയിക്കുന്നതെന്ന് എക്സ്റ്റർ സർവകലാശാലയുടെ പ്രൊഫസർ സാഷ ഹിംഗ്ലി പറഞ്ഞു. ഇത് സാധ്യമാക്കിയ ശാസ്ത്രജ്ഞരുടെയും എഞ്ചിനീയർമാരുടെയും കഠിനാധ്വാനവും അർപ്പണബോധവുമാണ് ഇത് എടുത്തു കാണിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. പഠനമനുസരിച്ച് ഈ ഗ്രഹത്തിന് 150 ദശലക്ഷം വർഷം മാത്രമേ പ്രായമുള്ളൂ. അതായത് ഇപ്പോഴും ചെറുപ്പമാണ്. അതേപോലെ തന്നെ ഗുരുത്വാകർഷണം കുറവായതിനാൽ ഗ്രഹത്തിന്റെ അന്തരീക്ഷത്തിലുള്ള മണൽ മേഘങ്ങളുടെ സിലിക്കേറ്റ് കണങ്ങളും അന്തരീക്ഷത്തിൽ ഉയർന്ന നിലയിൽ തുടരും എന്നും മേഘങ്ങളുടെ ചലനത്തെ ബാധിക്കുന്ന ശക്തമായ കാറ്റും ഇതിലുണ്ട് എന്നുമാണ് മറ്റൊരു കണ്ടെത്തൽ. എന്തായാലും കൂടുതൽ കണ്ടുപിടുത്തങ്ങൾക്കായി നാം ഇനിയും കാത്തിരിക്കേണ്ടതായി. അതിനായി ഉറ്റുനോക്കുകയാണ് നമ്മുടെ ശാസ്ത്രലോകം.